ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചായി ഞാൻ ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്തിട്ട്, കാരണം മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഞാൻ അധികം വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഏട്ടൻ നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ എന്നെക്കാളും കൂടുതൽ പറയാൻ വേണ്ടി നല്ലത് ഏട്ടനായിരിക്കുമല്ലോ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ തന്നെ വീഡിയോസ് ചെയ്തോളാം, നേവി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഏട്ടൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ബിസി കൂടിയായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും വരാഞ്ഞത്. പിന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറി ഞാൻ ഒരു 3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് കരുതിയതാണ്, പക്ഷെ പറഞ്ഞു പോയപ്പോൾ അതൊരു 3 പാർട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് ആ വീഡിയോ പോയി കണ്ടു നോക്കണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എനിക്കൊരു കുട്ടി എൻ്റെ ഒരു വീഡിയോയിൽ യൂറിനറി ഇൻഫെക്ഷൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് സന ഫാത്തിമ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി, ചില ഡേയ്സിൽ വൈറ്റ് ഡിസ്ചാർജ് കൂടുതലാകുന്നു, ചൊറിച്ചൽ ആൻഡ് വൈറ്റിഷ് പൗഡർ ലൈറ്റിംഗ്, ഒരു വീഡിയോ ചെയ്യോ? അപ്പം ആദ്യം തന്നെ സന ഫാത്തിമേൻ്റെ അടുത്ത് ഞാനൊരു സോറി പറയുന്നു. കാരണം ഇതൊരു 2-3 ആഴ്ചയായി എനിക്ക് ഈ ഒരു കമൻറ്റ് വന്നിട്ട്, പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അധികം അങ്ങനെ കമൻറ്റ് വന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് ചെയ്യാറുണ്ട്, പക്ഷെ ഇതെനിക്ക് വീഡിയോ ചെയ്യാൻ ഇത്തിരി ലേറ്റായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ബിസിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് സന ആദ്യം തന്നെ സനയുടെ അടുത്തൊരു വലിയ സോറി പറയുന്നു. പിന്നെ സന എനിക്ക് ഒരു 3-4 ദിവസം മുന്നേ പിന്നെയും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു പോയോ ചേച്ചി എന്ന്. മറന്നിട്ടല്ല, ഒരിക്കലും എൻ്റെ വീഡിയോസിൽ നിങ്ങളെ കമൻറ്റ് വന്നത് ഞാൻ മറക്കാറില്ല. അപ്പം ചെയ്യാനൊരു ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് സനയുടെ റിക്വസ്റ്റ് പ്രകാരം വന്ന ആ ഒരു വീഡിയോ തന്നെ കണ്ടു നോക്കാം. വെജൈനൽ വൈറ്റ് ഡിസ്ചാർജ് ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പം ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു വെജൈനൽ ഡിസ്ചാർജ്, വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത്, ഇതൊരു പ്രഗ്നൻസിയിൽ മാത്രമല്ല, ഒരു സ്മോൾ എമൗണ്ടിൽ നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നേ നമ്മുടെ ഓവുലേഷൻ ടൈം, അതുപോലെ പീരീഡ്സ് ആവാനാകുന്ന ടൈമിലൊക്കെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും. അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നോർമലായിട്ട് വരുന്നത് അങ്ങനെ വലുതായിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് വരുന്നതാണ് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്. പ്രഗ്നൻസിയിലെ എല്ലാ ലേഡീസും നേരിട്ട ഒരു കാര്യമായിരിക്കും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് വരുന്നത്. ഈവൻ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് വലിയൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്റ്റേജ് വരെ. അപ്പം നോർമൽ വൈറ്റ്, അതുപോലെ വലിയ സ്മെല്ലൊന്നുമില്ല, ഓർഡർലെസ് ആണ്, ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോർമലാണ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്ട്രജൻ ലെവൽ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ലെവലിൻ്റെ ഹോർമോൺസിൻ്റെ വ്യത്യാസം, നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ തന്നെ. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ, ഈ ഒരു ഡിക്രീസ് കൊണ്ട് തന്നെ വെജൈനൽ ഡിസ്ചാർജ് കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ സെർവിക്സ് നമ്മുടെ പ്രഗ്നൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ വെജൈനൽ ഡിസ്ചാർജ് നോർമലാണ്. ഓക്കെ, അപ്പോഴിനി ഇത് എപ്പോഴാണ് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേർഡ് ലൈക്കൊക്കെ പോലെ വരുന്നുണ്ട്, കട്ടയായിട്ട് കേർഡ് പോലെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ കൂടെ അസഹനീയമായ സ്മെല്ല് കൂടി വരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലോണം ഇച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വെജൈനൽ ഡിസ്ചാർജ് കംപ്ലീറ്റ്ലി നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആയിട്ട് സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്, പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ. ഇത് ഞാൻ അധികം പ്രഗ്നൻറ്റ് വീഡിയോ ചെയ്യുന്ന സമയത്തും പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ ശരീരത്തിന് എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഗൈനിക്കിനെ ഒരു കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് നിങ്ങൾക്ക് ഒരു അബ്നോർമൽ ആയിട്ട് തോന്നുന്നുണ്ട്, അതായത് ഒരു ദിവസത്തിൽ കുറേ തവണ നിങ്ങൾക്ക് ഈ ഒരു വെജൈനൽ ഡിസ്ചാർജ് നല്ല രീതിയിൽ വരുന്നുണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട്, അതുപോലെ ഭയങ്കരം സ്മെല്ലാണ്, നിങ്ങൾക്ക് ഭയങ്കരം ഇച്ചിങ് ഉണ്ട്, സഹിക്കാൻ പറ്റാത്ത ഇച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, പിന്നെ ഈ വെജൈനൽ ഡിസ്ചാർജിൻ്റെ കളറിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഗ്രീൻ അങ്ങനെയൊക്കെ കളറിൽ ചേഞ്ച് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിർബന്ധമായിട്ടും
ഒരു ഗൈനിക്കിനെ അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഗൈനിക്കിനെ നിങ്ങൾ കാണിക്കേണ്ടതാണ്. ഗൈനിക്കിനെ കാണിച്ചിട്ട് ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുക്കണം. സോ ഇതങ്ങനെ വരുന്നൊരു, അതായത് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഇച്ചിങ്ങോട് കൂടി ഭയങ്കര ഇച്ചിങ്ങോട് കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് വെജൈനൽ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോർമൽ ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻസ്, ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രഗ്നൻസി സമയത്ത് യൂറിനറി ഇൻഫെക്ഷനൊക്കെ നല്ല രീതിയിൽ വരാനുള്ള സാധ്യതയുള്ളൊരു ടൈമാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾ മനസ്സിലാവാതെ ഇൻഫെക്ഷൻ കുറച്ച് അധികമായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വെജൈനൽ ഡിസ്ചാർജിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ നല്ല രീതിയിൽ ഈ ഒരു വെജൈനൽ ഡിസ്ചാർജ് വരുന്നതും ഇച്ചിങ്ങോട് കൂടി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡിസ്ചാർജാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഒരു ഗൈനിക്കിനെ കാണിക്കണം. പറഞ്ഞതുപോലെ ഞാൻ ഏതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അബ്നോർമൽ ആയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഒരു കാര്യങ്ങൾ, ഞാനും പ്രഗ്നൻ്റ് ആയ സമയത്ത് പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു, പല ഡോക്ടറുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനും ഇതുപോലെ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാറുണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. എനിക്കൊരു 5th മന്ത് ആദ്യം പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏർലി പ്രഗ്നൻസിയിൽ തന്നെ ഒരു സിംറ്റം പോലെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് വന്നിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞതുപോലെ വലിയ ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഓർഡർ ഉള്ളതോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു വെജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് വരാൻ തുടങ്ങിയത് ഒരു 6th 7th മന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം ലൈറ്റായിട്ടും 8th 9th മന്തിലൊക്കെ നല്ല രീതിയിൽ ഡിസ്ചാർജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ വൈറ്റ് ഡിസ്ചാർജ് തന്നെയാണ്, നോർമൽ ആയിരുന്നു. ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കളർ ചേഞ്ചൊന്നും ഉണ്ടായിട്ടില്ല, ഓർഡർലെസ് ആയിരുന്നു, ഓർഡറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അബ്നോർമൽ ഏതാണെന്ന് ഞാനിപ്പം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഗൈനിക്കിനെ കൺസൾട്ട് ചെയ്യുക. ഒരു കാരണവശാലും, അത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം പ്രഗ്നൻസിയിൽ ഒരുപാട് ആൾക്കാർ സ്വയം ചികിത്സ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ബുദ്ധിമുട്ടിയ കുറച്ച് കേസസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരു കാരണവശാലും നമ്മളായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്. ഈവൻ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളായിട്ടൊന്നും ചെയ്യാതെ ഡോക്ടറിനെ കാണിച്ച് നിങ്ങളുടെ ഗൈനിക്ക് എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക. ഓരോരാളെ ശരീരം ഓരോരാളിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പം മറ്റൊരാൾ ഇന്നതുപോലെ ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങളും നിങ്ങളുടെ അതുപോലെ ചെയ്യാൻ നമുക്കൊന്ന് അതുപോലെ നോക്കാമെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ചിട്ട് ആ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത് നിങ്ങളെ ഗൈനിക്കിനായിരിക്കും. അപ്പം അവർ നിങ്ങളെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് എന്താണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം സന എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട്, കമൻറ്റ് ചെയ്ത് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. വിശദമായിട്ട് പറയാൻ ഞാൻ നോക്കിയ സമയത്ത് ഇത്രയൊക്കെയാണ് കണ്ടത്, എൻ്റെ അറിവും ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റ ID ഞാൻ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റ ID നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം. എനിക്ക് ടൈം കിട്ടുന്നത് പോലെ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മുന്നേ കുറച്ച് ബിസി ആയിപ്പോയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്ര ഡിലേ ആയത്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.